ജോർജിയ സീരീസിൻ്റെ ലാസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ കസ്ബെഗിയിലേക്കുള്ള യാത്രാവിശേഷങ്ങളും പിന്നെ ഇവിടുത്തെ ലിഗർട്ടി ചർച്ചും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന 1-2 ഓപ്ഷനും ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ശരിക്കും ജോർജിയ ട്രിപ്പിൽ ഏറ്റവും കൂടുതൽ കാണാനുള്ള സ്ഥലങ്ങളുള്ളത് കസ്ബെഗിലാണ്. ഏറ്റവും കൂടുതൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും മനോഹരമായ സ്ഥലങ്ങളുള്ള സ്ഥലമാണ് കസ്ബെഗി. അപ്പം ബാക്കിയുള്ള മനോഹരമായ കാഴ്ചകളിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിനൊന്നും വെയിറ്റ് ചെയ്യുന്നില്ല. ഇവിടെ റെസ്റ്റോറൻ്റ് ഒക്കെ തുറക്കുമ്പോൾ തന്നെ 11-12 മണിയൊക്കെ ആവും. അപ്പോൾ ഞങ്ങൾ നേരെ തന്നെ ലോക്കൽ ടൂർ കെസ്ബെഗി ഒന്ന് ടൂർ അടിക്കാമെന്ന് വിചാരിച്ച് പോവാണ്. ഒരു ലിസ്റ്റൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എല്ലായിടത്തും പോകാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് പോയി നോക്കാം. നമ്മൾ രാവിലെ 7:30ക്കാണ് ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് കസ്ബെഗിയിൽ നിന്ന് ഉള്ളിലേക്ക്, അതായത് റഷ്യൻ ബോർഡർ ആ ഒരു ഭാഗത്തേക്കാണ് പോവേണ്ടത്. അവിടെ പോയിട്ട് അതെല്ലാം കണ്ടതിന് ശേഷം പിന്നെ തിബിലിസി പോകുന്ന റൂട്ടിലാണ് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ വരുന്നത്. അതൊക്കെ നമുക്ക് തിരിച്ചു പോകുമ്പോൾ കവർ ചെയ്യാം. അങ്ങനെ ഒരു പ്ലാനിലാണ് യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. സിറ്റിയിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഡിസ്റ്റൻസിൻ്റെ ഒരു ഓർഡർ അനുസരിച്ചിട്ടാണ് നമ്മൾ കാണേണ്ട സ്ഥലങ്ങൾ ലിസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യമായിട്ട് വരുന്നത് ഒരു വാട്ടർഫാളാണ്. അവിടെ ശരിക്കും 2 വാട്ടർഫാളുണ്ട്. നമ്മൾ ഒരിടത്ത് പാർക്ക് ചെയ്തിട്ട് അത്യാവശ്യം ഹൈക്ക് ചെയ്തിട്ട് വേണം അവിടെ എത്തേണ്ടത്. അപ്പോൾ അതായിരുന്നു ആദ്യമായിട്ട് വരുന്നുണ്ടായിരുന്നത്. പക്ഷേ നമുക്ക് ശരിക്കും ഒരു ഗൈഡ് ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് തോന്നിയത് ഈ ഒരു ഭാഗത്ത് മാത്രമാണ്. ഇവിടെ നമുക്ക് ആ ഒരു വാട്ടർഫാളിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അത്രയ്ക്ക് പ്രത്യേകിച്ച് അവിടെ ലാൻഡ്മാർക്കോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നുമില്ല. അപ്പം അങ്ങോട്ട് പോകുന്ന സമയത്ത് നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ ആദ്യമായിട്ട് ഡരിയാലി മൊണാസ്ട്രിയിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. മൊനാസ്ട്രിയിലെ ടൈമിംഗ് വരുന്നത് രാവിലെ 10:30 മുതൽ നൈറ്റ് 9 o'clock വരെയാണ്. അപ്പോൾ ഏർലി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നവരാണെങ്കിൽ ആദ്യം വാട്ടർഫോൾ കവർ ചെയ്തിട്ട് തന്നെ മൊനാസ്ട്രിയിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. സിറ്റിയിൽ നിന്ന് പോകുമ്പോൾ വാട്ടർഫോളിലേക്ക് 15 മിനിറ്റും മൊനാസ്ട്രിയിലേക്ക് 20 മിനിറ്റുമാണ് കാണിക്കുന്നുണ്ടായിരുന്നത്. പോകുന്ന വഴിക്കൊക്കെ ഇങ്ങനെ നല്ല കോടമഞ്ഞൊക്കെ ഇറങ്ങിയിട്ട് കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. പിന്നെ ഇടയ്ക്കൊക്കെ നമുക്ക് 1-2 വ്യൂ പോയിന്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ഇങ്ങനെ ആൾക്കാരൊക്കെ നിർത്തിയിട്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ ചർച്ചുകളൊക്കെ നമുക്ക് കാണുന്നുണ്ടായിരുന്നു. അവിടെയൊക്കെ നമ്മളൊന്ന് ഇറങ്ങിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് മഞ്ഞും താഴെ ഇങ്ങനെ പുഴ ഒഴുകുന്നതൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള സ്ഥലം. ശരിക്കും ഇവിടെ ഒരു കുരിശടി പോലെ ഇങ്ങനെ ഒന്നും ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇവിടുന്ന് അങ്ങനെ താഴോട്ട് ഇറങ്ങി പോയി കഴിഞ്ഞാൽ താഴത്തെ വെള്ളവും അതുപോലെ മുകളിലത്തെ ആ ഒരു മഞ്ഞും ഒക്കെ ആയിട്ടുള്ള ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ്. അപ്പോൾ ആൾക്കാരൊക്കെ ഇവിടെ ഇറങ്ങി നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതുപോലെ ഇവിടുന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ട് അടുത്ത നേരെ നമ്മൾ മൊനാസ്ട്രിയിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. കസ്ബെഗിയിൽ വരുന്നവർക്ക് ഒരു മസ്റ്റ് വിസിറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു മൊനാസ്ട്രി പറയാം. അത്രയ്ക്ക് ഭംഗിയാണ്. ചുറ്റും ഇങ്ങനെ മലനിരകളും അതിന് സെൻറ്ററിലായിട്ടാണ് ഈ ഒരു ചർച്ച് വരുന്നത്. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ താഴെ കൂടി ഇങ്ങനെ വെള്ളം ഒഴുകി പോകുന്നതൊക്കെ കാണാം. പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്ക് പറഞ്ഞ് അറിയിക്കാൻ പറ്റില്ല. അത്രയ്ക്കും ഭംഗിയാണ്. പ്രത്യേകിച്ചും വീഡിയോഗ്രാഫിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് മസ്റ്റ് വിസിറ്റ് എന്ന് പറയുന്ന പ്ലേസ് തന്നെയാണ്. അപ്പോൾ നമ്മളിവിടെ സമയത്തിന് മുന്നേ എത്തിയത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റുമെന്ന ഒരു ഹോപ്പും ഇല്ലാണ്ടാണ് നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നത്. 10:30ക്കാണ് ഇവിടെ ഓപ്പണിംഗ് ടൈം ആയിരുന്നത്. പക്ഷേ നമ്മളെ തന്നെ ഞെട്ടിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഒരാൾ ചർച്ചൊക്കെ തുറന്ന് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അവിടുത്തെ സ്റ്റോർ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവിടെ ഒരു വൈൻ സെയിൽ ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ഒക്കെ നമ്മളെ കൊണ്ടുപോയിട്ട് ഫുള്ള് കാണിച്ച് എല്ലാ ഡീറ്റെയിൽ ആയിട്ടൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു മലനിരകളുടെയൊക്കെ ഇടയ്ക്ക് നിൽക്കുമ്പോൾ നമുക്ക് ശരിക്കും നമ്മളിങ്ങനെ ഒരു പിക്ചറിലൊക്കെ കാണുന്ന പോലത്തെ ഒരു വൈബാണ്. അതേപോലെ തന്നെ ആ ഒരു അറ്റ്മോസ്ഫിയറും ഭയങ്കര കാമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറും ഗാർഡൻ ഏരിയ ഒക്കെ അങ്ങനെ തന്നെയാണ്. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് പോകാൻ തോന്നില്ല. ഒത്തിരി സമയം നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാൻ തോന്നും. പിന്നെ കസ്ബെഗിയിൽ നമുക്ക് ആകെ ഒരു ദിവസമേ ഉള്ളൂ. അവിടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ ലിസ്റ്റ് ഇട്ടിട്ടാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടുന്ന് വേഗം പോകേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് മൊണാസ്ട്രിയുടെ മൊത്തത്തിലൊരു വ്യൂ. അപ്പം ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല എന്ന് മനസ്സിൽ ഉറപ്പിച്ചിട്ട് തന്നെ നമ്മൾ ഈ ഒരു ഗാർഡൻ ഏരിയാസൊക്കെ മാക്സിമം പറ്റാവുന്നിടത്തോളം വീഡിയോ ഒക്കെ എടുത്ത് നിൽക്കുമ്പോഴത്തേക്കായിരുന്നു ഞങ്ങളടുത്ത് ഇതിനെ ഉള്ളിൽ കയറി കാണണമെന്നൊരു ക്വസ്റ്റ്യൻ. അത് കേൾക്കാത്ത താമസം ഞങ്ങൾ യെസ് പറഞ്ഞിട്ട് പിന്നാലെ കൂടിയിട്ടുണ്ടായിരുന്നു. ജോർജിയ റഷ്യ ബോർഡറിൽ നിന്ന് 1 കിലോമീറ്റർ മാത്രം ഡിസ്റ്റൻസിലാണ് ഈ ഒരു മൊണാസ്ട്രി സ്ഥിതി ചെയ്യുന്നത്. കസ്ബെഗിയിൽ നിന്ന് നോക്കുവാണെങ്കിൽ ഇവിടേക്ക് 10 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഇതിപ്പോൾ 2005ലാണ് ഇവിടുത്തെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. 2011 കൂടിയാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. കാണാൻ പുതിയ പള്ളിയാണെങ്കിലും ഇത് പഴയ പള്ളികളുടെ തന്നെ ഒരു സ്ട്രക്ചറിലാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലെ ആർക്കിടെക്ചറൊക്കെ കാണാൻ വളരെ മനോഹരമാണ്.
വന്നിട്ട് വിഷമിച്ച് പോകുന്ന കണ്ടിട്ട് നമുക്ക് ഇന്ന് പള്ളി ജസ്റ്റ് തുറന്നു തരും എന്ന് തന്നെ ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പുള്ളി നമുക്ക് ഇവിടുത്തെ സ്റ്റോറും ഒക്കെ ഓപ്പൺ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് വേണ്ടി ആൾ ബുദ്ധിമുട്ടുന്നു എന്ന മട്ടിൽ നമ്മൾ ഇച്ചിരി വേഗത്തിൽ ഇങ്ങനെ ഓരോന്നും നോക്കുമ്പോഴത്തേക്ക് ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വളരെ സാവധാനത്തിൽ നോക്കിയാൽ മതി, ധൃതിയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൾ ശരിക്കും ഇവിടുത്തെ ഈച്ച് കോർണർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങുമ്പം ഇവിടുത്തെ ആൾക്കാരൊക്കെ താമസിക്കുന്ന സ്ഥലമൊക്കെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അടുത്ത് നമ്മൾ പോകുന്നത് ഇവിടുത്തെ ഒരു വൈൻ സെല്ലേഴ്സിൻ്റെ ഒരു വലിയൊരു ഗാലറി പോലത്തെ ഒരു സംഭവമുണ്ട്. അവിടേക്കാണ്. ഇവിടുത്തെ വൈന് വളരെ ഫേമസ് ആണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ നമ്മുടെ ശരിക്കും പണ്ടത്തെ രീതിയിലുള്ള ആ ഒരു വാതിലുകൾ ജനലുകളൊക്കെ ഇങ്ങനെ തടി കൊണ്ടുള്ള ഇതാണ്. പിന്നെ അതുപോലെ ചുവരുമൊക്കെ കാണുമ്പോൾ തന്നെ ആ ഒരു പഴയ ഒരു ട്രഡീഷണൽ സ്റ്റൈൽ നമുക്ക് മനസ്സിലാവാൻ പറ്റും. ഇനി അതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോഴത്തേക്കും ആദ്യം സെയിൽ ചെയ്യാൻ വെച്ചിരിക്കുന്ന കുറേയധികം വൈനുകളാണ്. പിന്നെ ഉള്ളിലേക്ക് ചെല്ലുമ്പം വൈനൊക്കെ ട്രഡീഷണൽ രീതിയിൽ ഉണ്ടാക്കുന്ന രീതിയിൽ ആ ഒരു മണ്ണിനടിയിലേക്ക് ഇങ്ങനെ തടി കൊണ്ടിങ്ങനെ കുടം പോലെയൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്ന അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ എല്ലാ ഭാഗങ്ങളും വീഡിയോ എടുക്കാൻ പാടില്ല. അപ്പോൾ നമുക്ക് അത്യാവശ്യം പെർമിഷനൊക്കെ ചോദിച്ചിട്ടാണ് നമ്മൾ കുറച്ച് ഭാഗമൊക്കെ എടുത്തിട്ടുള്ളത്. ഇനിയും ഒരുപാട് സംഭവങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ട്. അതൊന്നും നമ്മൾ അധികം എടുത്തിട്ടൊന്നുമില്ല. പിന്നെ ഇവിടുന്ന് നമുക്ക് ഹണി, ക്യാൻഡിൽസ്, അതുപോലെ ക്രാഫ്റ്റ് ഐറ്റംസ് ഇതൊക്കെ വാങ്ങാൻ കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ അതുപോലെ മെയിനായിട്ട് വൈന് തന്നെയാണ്. വൈൻ ഉണ്ടാക്കുന്ന ആ ഓരോ സ്റ്റേജസിലും യൂസ് ചെയ്യുന്ന എല്ലാ സംഭവങ്ങളും നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ ആ ഒരു വൈനിങ്ങനെ ഒഴിച്ചിട്ട് നമ്മൾ 21 ദിവസമൊക്കെ അങ്ങനെ വെക്കുന്ന ആ ഒരു കുടങ്ങൾ, പിന്നെ വൈന് റെഡിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂസ് ചെയ്യുന്ന ഈ ഗ്ലാസ് ജാറുകൾ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് പിന്നെ ഒരു വലിയ ഏരിയ ആണ്. അവിടെ ചുവരിൽ നിറയെ ഇങ്ങനെ വൈനുകൾ വെച്ചിട്ടുണ്ട്. അതായത് ഓരോ ഇയർ കണക്കാക്കിയിട്ടാണ്. പഴക്കം കൂടുന്തോറും അതിൻ്റെ വീര്യം കൂടും, ആ ഒരു ടൈപ്പല്ലേ. അപ്പോൾ എല്ലാം ഇങ്ങനെ റാക്കുകളിൽ ഇയർ അനുസരിച്ചിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു വലിയ പാത്രം ഞാൻ എൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ മരം കൊണ്ടുള്ള ഒരു വലിയ പാത്രത്തിലാണ് വൈൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വൈനൊക്കെ ഇങ്ങനെ മിക്സ് ആക്കിയിട്ടൊക്കെ വെക്കുന്നത്. ആ ഒരു വലിയ പാത്രം, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ശരിക്കും ഒരു ഫുള്ള് നമുക്കൊരു മ്യൂസിയം പോലെ എല്ലാം ഒന്ന് കണ്ട് തിരിച്ചു വരാം. അങ്ങനെ എല്ലാം ഇവിടെ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരുപാട് വെറൈറ്റീസ് കാണുമ്പോൾ നമുക്ക് ഏത് മേടിക്കേണ്ടതെന്ന് എന്തായാലും സ്വാഭാവികമായിട്ടൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. പിന്നെ നമുക്കിവിടെ വൈന് ടേസ്റ്റ് ചെയ്ത് മേടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് നമ്മളെക്കാൾ വലിപ്പത്തിലുള്ള ഒരു ഗ്ലാസ്സിലൊക്കെയാണ് ഇവിടെ ടേസ്റ്റ് ചെയ്യാൻ തന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഷെൽഫുകളിൽ നോക്കുകയാണെങ്കിൽ വൈൻ ഉണ്ടാക്കിയ ഇയർ, പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ ഒരെണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു. ജോർജിയൻ വൈനൊക്കെ ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ ഇവിടുന്ന് റിട്ടേൺ പോകുന്ന സമയത്ത് നമ്മൾ വൈൻ മേടിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എയർപോർട്ടിൽ നമുക്ക് അഡീഷണൽ ലഗേജ് ബുക്ക് ചെയ്തിട്ടില്ലെങ്കിൽ വൈന് അവർ അലോ ചെയ്യത്തില്ല. വിസ് പ്രയോറിറ്റി എടുക്കുകയാണെങ്കിൽ നമുക്ക് നോർമലുള്ള 10 കിലോയേക്കാൾ കൂടുതൽ അഡീഷണൽ ലഗേജ് നമുക്ക് അലൗഡ് ആയിരിക്കും. പക്ഷേ അത് ഹാൻഡ് ബാഗേജ് ആയിട്ടാണ് കണക്ക് കൂട്ടുന്നത്. അല്ലാണ്ട് ഒരാൾക്കെങ്കിലും അഡീഷണൽ ലഗേജ് ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഈ വൈനൊക്കെ എയർപോർട്ടിൽ ഉപേക്ഷിച്ച് പോവേണ്ടി വരും. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ട് വേണം ഇവിടുന്ന് വൈന്, ലിക്വിഡ് ഐറ്റംസ് ഒക്കെ വാങ്ങിപ്പോവേണ്ടത്. പിന്നെ ഈ ഗാർഡൻ ഏരിയയിൽ നമുക്ക് കുറച്ചുകൂടി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. ഇവിടുത്തെ കൺസ്ട്രക്ഷനൊക്കെ ഇങ്ങനെ മാർബിളൊക്കെ കൊണ്ട് നല്ല ഭംഗിയുള്ള ഒരു കൺസ്ട്രക്ഷനാണ്. പിന്നെ ഈ കായ പോലെ നിൽക്കുന്ന ചെടി, സംഭവം ഞങ്ങൾ ആദ്യം കായ എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് റോസാ ചെടിയുടെ കായയാണ്. അത് നമ്മൾ സൂക്ഷിച്ച് നോക്കുമ്പോഴത്തേക്കാണ് അതിൻ്റെ പൂക്കളൊക്കെ കൊഴിഞ്ഞു പോയിട്ട് ആ ഒരു പച്ച കളറിൽ ആ ഒരു തണ്ട് നിൽക്കുന്നത് മനസ്സിലായി. പിന്നെ കുറച്ചുകൂടി നിൽക്കുമ്പോഴത്തേക്കാണ് ഇങ്ങനെ റെഡ് കളറിലായിട്ട് അതിൻ്റെ കായ, അതിൻ്റെ ഉള്ളിൽ നിറയെ വിത്താണ്, ആ സംഭവമാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നേരെ പോയത് ഗ്യുവൽറ്റി വാട്ടർഫോളിലേക്കാണ്. ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് മിസ്സായതായിരുന്നു. നമ്മളപ്പോൾ തിരിച്ചു പോയപ്പോൾ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. സംഭവം നമുക്ക് ഈ പള്ളിയിൽ നിന്ന് നമുക്ക് ആ ഒരു വാട്ടർഫോളിലേക്ക് ഏകദേശം ഒരു 10 മിനിറ്റിൻ്റെ തന്നെ ഡിസ്റ്റൻസ് ഉള്ളൂ. പക്ഷേ ഞങ്ങൾ ഈ മൊണാസ്ട്രിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഗൂഗിൾ മാപ്പിൽ നമുക്ക് ലൊക്കേഷൻ ഒരു 1 hour ഡിസ്റ്റൻസ് കാണിക്കുന്നുണ്ടായിരുന്നു. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു 2-way റോഡാണ്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ലെഫ്റ്റിലേക്ക് തിരിയാവുന്നുള്ളൂ. പക്ഷേ മൊണാസ്ട്രിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും മാപ്പ് കാണിക്കുന്നുണ്ടായിരുന്നു നമ്മൾ ഈ കുറച്ചുകൂടി മുന്നോട്ട് പോയ റഷ്യ ബോർഡറാണ്. ബോർഡർ കടന്ന് വേറെ ഏതോ ഒരു റൗണ്ട് അബൌട്ട് പോയിട്ട് തിരിച്ചു വരുന്ന വിധത്തിലാണ് കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ മിസ്സിംഗ് ഉണ്ടോ എന്ന് ഈ സെൽഫ് ഡ്രൈവ് ചെയ്ത് പോകുന്നവർ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ബിക്കോസ് നമ്മളെപ്പോഴും പോകാത്തത് കാരണം ഇങ്ങനെ ഒരു പണി കിട്ടിക്കഴിഞ്ഞാൽ അതൊരു 1.5 പണിയായിരിക്കും. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് പെട്ടെന്ന് ശ്രദ്ധിച്ചത് കാരണം ഞങ്ങൾക്ക് ആ ഒരു പ്രശ്നം അങ്ങോട്ട് ഒഴിവായി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വാട്ടർഫോളിലെ കാഴ്ചകളും കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ സംഭവം അത്യാവശ്യം നീളം കൂടുതലാവും. അത് കുറച്ച് ഹൈക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.